തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി പി.സി. സിറിയക് മുല്ലപ്പെരിയാർ 50 അടി ടണൽ അപകടകരമെന്ന തലക്കെട്ടിൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ ഉന്നയിക്കുന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടോ അതോ ടണലോ എന്നതാണ്. കേരളത്തിലെ സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പുതിയ ഡാമിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോഴാണ് കേരളത്തിന്റെ ദീർഘകാല ഭാവിക്ക് ഡാമാണോ നല്ലത് എന്ന ചോദ്യം ഉയരുന്നത്. പുതിയ അണക്കെട്ട് നല്ലതല്ലെന്നാണ് പി.സി. സിറിയക് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിന് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് നിലവിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം എടുക്കുന്ന ടണലിന്റെ വലിപ്പം കൂട്ടണമെന്നാണ്. ഒരു വിദഗ്ധ ഏജൻസിയും ഇന്ന് വരെ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല. കേരളത്തിൽ അധിക മഴ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നിലവിലുള്ള ടണലിലൂടെ എത്തുന്ന വെള്ളം മുഴുവൻ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ ഫോർബേ ഡാമിലെ ഷട്ടർ തുറന്നുവിടാറുണ്ട്. അങ്ങനെ ഷട്ടർ തുറന്നുവിടുമ്പോൾ കമ്പം കുമളി റോട്ടിലെ ഇറച്ചിപ്പാലം ഭാഗത്ത് റോഡ് തകരുന്നത് പതിവാണ്. അപ്പോൾ പിന്നെ നിലവിലെ ടണലിന്റെ വലിപ്പം കൂട്ടിയാൽ സ്ഥിതി എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. നിലവിലുള്ള ടണലിന്റെ വലിപ്പം കൂട്ടി വെള്ളം കൊണ്ടുപോയാൽ ചിലപ്പോൾ കമ്പം ഗൂഡല്ലൂര് തുടങ്ങിയ ടൗണുകൾ കൂടി ഒലിച്ചു പോയേക്കാം. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ചിലർ പറയുന്നത് പോലെ 50 അടി വരെ ജലനിരപ്പ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വന്നാൽ തമിഴ്നാട് കൂടുതൽ ജലം എടുക്കുമെന്നാണ്. ഇവിടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുമ്പോഴാണ് പെരിയാർ തീരത്തെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്നത്. 2025 കാര്യം തന്നെ എടുക്കാം. ഈ വർഷം വേനൽക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് 106 അടി വരെ താഴ്ന്നു നിൽക്കുന്ന സമയത്താണ് ജൂൺ ആദ്യ ആഴ്ചയിൽ കാലവർഷം ആരംഭിച്ചത്. വെറും 20 ദിവസം കൊണ്ട് ജൂൺ 29-ന് ഡാം തുറന്നുവിടേണ്ട സ്ഥിതിയുണ്ടായി. അതായത് കർക്കടക മാസം തുടങ്ങുന്നതിന് 15 ദിവസം മുമ്പ് ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് 2014-ലെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് താഴ്ന്ന വിധാനത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തണമെന്ന്. നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡെഡ് സ്റ്റോറേജ് 106 അടിയാണ്. കാലവർഷം തുടങ്ങുന്നതോടുകൂടി ജലനിരപ്പ് ഉയരാൻ തുടങ്ങുന്നത് 106 അടിയിൽ നിന്നാണ്. കാലവർഷം അവസാനിക്കാറാകുമ്പോൾ ഡാം ഏതാണ്ട് നിറയും. പിന്നീട് തുലാവർഷം കൂടി എത്തുന്നതോടെ പെരിയാർ തീരം ആശങ്കയിലാകും. അതുകൊണ്ടാണ് 50 അടി ടണൽ എന്ന നിർദ്ദേശം 2011-ൽ ഈ ലേഖകൻ മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠവും ഈ ടണലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2014-ലെ വിധിയിൽ സുപ്രീം കോടതി അർദ്ധാശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു 50 അടി ഉയരത്തിൽ പുതിയ ടണൽ വേണമെന്ന്. ഈ ടണൽ നിർമ്മിക്കേണ്ടത് തമിഴ്നാടാണ്. ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായ ചെലവ് മാത്രമേ വരൂ ഒരു പുതിയ ടണൽ നിർമ്മിക്കാൻ. കോടതി പറയുന്നു തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ ജലം എടുക്കാം. ഇതിനെല്ലാം ഉപരി കേരളത്തിലെ ജനങ്ങളുടെ ഭയാശങ്കകൾ അവസാനിക്കുമല്ലോ എന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. ചീഫ് ജസ്റ്റിസ് R.M. ലോധ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഇങ്ങനെയൊരു വിധി വന്നിട്ടുണ്ട്. ഇത്തരമൊരു വിധി വന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ, സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷൻ, സെൻട്രൽ വാട്ടർ പവർ കോർപ്പറേഷൻ, ഇന്ത്യൻ റെയർ എർത്ത്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയിലെ 5 സുപ്രധാന ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി ഇത്രയും ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 50 അടിക്ക് ടണൽ ആകാമെന്ന് പറയുമ്പോൾ 50 അടിക്ക് ടണൽ അപകടകരമെന്ന് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് താഴ്ന്നാൽ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഭൂഗർഭജലം താഴ്ന്നു പോകുമെന്ന വാദവും കൂടുതൽ പഠന വിഷയമാക്കണം. ഒരു നദിയുടെ സ്വാഭാവിക ഒഴുക്ക് ഡാം കെട്ടി തടസ്സപ്പെടുത്തുമ്പോൾ എത്ര കിലോമീറ്ററിലാണ് ഭൂഗർഭജലം താഴ്ന്നു പോകുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുണ്ടോ? ഒരു പ്രദേശത്തെ ഭൂഗർഭജലത്തിന്റെ അളവ് അവിടെ ലഭിക്കുന്ന മഴയുടെ തോതനുസരിച്ചാണ്. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഭൂഗർഭജലം ഉണ്ടാകുന്നത് മുല്ലപ്പെരിയാർ ഡാം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നത് പഠിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടാണോ പുതിയ ടണലാണോ അഭികാമ്യം എന്ന ചർച്ചയാണ് നടക്കേണ്ടത്. മറ്റു വഴിക്ക് ചർച്ച തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ഒട്ടും ഗുണകരമല്ല.